2025 തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ ജനിച്ച ആയില്യം നക്ഷത്രക്കാർക്ക്. ഇവിടെ നക്ഷത്രം ആയില്യമാണ്. ജനിച്ച മലയാള മാസം അറിയണം. അതറിയാൻ ജാനുവരി 1 ജനിച്ചതെങ്കിൽ ഇന്നത്തെ കലണ്ടർ എടുത്ത് നോക്കിയിട്ട് ജാനുവരി 1 എന്താണെന്ന്, ഏത് മലയാള മാസമാണെന്ന് നോക്കിയാൽ മതി. ഇനി തുലാമാസം ജനിച്ചവരുടെ ഫലം നോക്കാം. ജാനുവരി മാസം പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്. വിദേശ ഇടപാടുകൾക്കെല്ലാം അല്ലെങ്കിൽ വിദേശത്തേക്കെല്ലാം പോകാൻ പറ്റിയ കാര്യങ്ങൾക്ക് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും നല്ലതാണ്. പോകാനാണെങ്കിലും വിദേശ ഇടപാടുകൾക്കാണെങ്കിലും എല്ലാത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് വളരെ നല്ലതാണ്. പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനത്തിന് നല്ലതാണ്. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോയാൽ കാര്യവിജയം നേടും. എന്നാൽ മക്കളും സഹോദരങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം കാണുന്നുണ്ട്. ഇനി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. ഒരു അംഗീകാരമെല്ലാം കിട്ടും സമൂഹത്തിൽ. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം കാണുന്നുണ്ട്. ഫെബ്രുവരി മാസം ദാമ്പത്യപരമായിട്ട് നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. മാർച്ച് മാസത്തിൽ കേസ് വഴക്കിനൊന്നും പോകരുത്. ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹമെല്ലാം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം. പൊതുവെ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. യാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ഉല്ലാസയാത്രകൾ പോകുന്നതിന് വളരെ നല്ല മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം വളരെ നല്ല മാസമാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പറ്റിയതല്ല. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അലച്ചിൽ, ആരെങ്കിലും പറ്റിക്കോ, ചതിയിൽപ്പെടുക, ട്രാൻസ്ഫർ ഇതിനെല്ലാം സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം ചിലപ്പം കണ്ടേക്കാം. സെപ്റ്റംബർ മാസം പൊതുവെ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. യാത്രകൾക്കെല്ലാം പറ്റിയതാണ്. ഉല്ലാസയാത്രകളെല്ലാം പോകാൻ, ദൂരയാത്രകൾക്കെല്ലാം അവസരം. അതിലൂടെ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാവുമെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുതയാലും ചിലപ്പം കണ്ടേക്കാം. പക്ഷേ ആത്മീയ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പണം അനാവശ്യ പണച്ചെലവുകൾ നിയന്ത്രിക്കണം. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ഒക്ടോബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസയാത്രകൾ പോകാൻ, ദൂരയാത്രകൾക്ക് അവസരം. അതിലൂടെ ഗുണാനുഭവങ്ങൾ. വ്യക്തിപരമായിട്ട് നല്ലതാണ്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ്. കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. പെട്ടെന്നുള്ള അവിചാരിതമായ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയെല്ലാം ഉണ്ടാക്കിയേക്കാം.
ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം. ചിലപ്പോൾ ട്രാൻസ്ഫറും കാണാം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. നവംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഭാഗ്യമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയൊരു മാസമാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയെല്ലാം കാണുന്നുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അതേപോലെ തന്നെ ചിലപ്പോൾ ട്രാൻസ്ഫറും എല്ലാം ഉണ്ടായേക്കാം. ഡിസംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. മനസമാധാനമുള്ളൊരു മാസമാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യം അത്ര നല്ലതൊന്നുമല്ല. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമല്ല. സഹോദരാദികൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതയെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഇനി ഇതാണ് തുലാമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം. ഇനി വൃശ്ചിക മാസം ജനിച്ചവർക്കുള്ള ഫലം നോക്കാം. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ. ജാനുവരി മാസത്തെ ആദ്യം പറയാം. ജാനുവരി മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിന് നല്ലൊരു സമയമാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല മാസമാണെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും കാണുന്നുണ്ട്. ഫെബ്രുവരി മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് നല്ലൊരു സമയമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിനും സഹോദരാദികൾക്കും നല്ല സമയമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. മാർച്ച് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ, വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിന് നല്ല സമയമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഏപ്രിൽ, മെയ് മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും. ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനത്തിനെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം കാണുന്നുണ്ട്. ഏപ്രിൽ മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം ഏപ്രിൽ മാസം പൊതുവെ കേസ് വഴക്കിനൊന്നും പോകരുത്. അതുപോലെ തന്നെ ഏപ്രിൽ മാസം അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയെല്ലാം ചിലപ്പം കണ്ടേക്കാം. ജൂൺ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം. ജൂലൈ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്.
യാത്രകൾക്ക് പറ്റിയതാണ് ജൂലൈ മാസം. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. ദീർഘയാത്രകൾക്കെല്ലാം അവസരം ഉണ്ടാകും. അതിലൂടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും എല്ലാം നല്ലതാണെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കുറച്ച് മോശമായിട്ട് കാണുന്നുണ്ട്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ആരും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം ശ്രദ്ധിക്കണം. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും. ജോലി കിട്ടാം, പ്രൊമോഷനെല്ലാം കിട്ടാം. പക്ഷേ കുറച്ച് മനസ്സമാധാനക്കുറവ് കാണുന്നുണ്ട്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായും വ്യക്തിപരമായിട്ട് അത്ര നല്ല മാസമൊന്നുമല്ല. ചില അനാവശ്യ ചെലവുകൾ നമ്മൾ നിയന്ത്രിക്കണം. ആരെങ്കിലും പറ്റിക്കാതെയല്ല നോക്കണം. ഒക്ടോബർ മാസം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാനാണ് നല്ലൊരു മാസം ഒക്ടോബർ മാസം. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. പക്ഷേ അനാവശ്യ ചെലവ് നിയന്ത്രിക്കണം. ആരെങ്കിലും പറ്റിക്കാതെയെല്ലാം നോക്കണം. പണം കളവുകാതെയെല്ലാം ശ്രദ്ധിക്കണം. മനസ്സമാധാനക്കുറവ്, ടെൻഷനും എല്ലാം കാണുന്നുണ്ട്. നവംബർ ഡിസംബർ മാസങ്ങൾ പൊതുവെ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വ്യക്തിപരമായ, ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ കുറച്ച് മനസ്സമാധാനക്കുറവ് കാണുന്നുണ്ട്. അനാവശ്യ ചെലവുകൾ കാണുന്നുണ്ട്. അതെല്ലാം നിയന്ത്രിക്കണം. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. നവംബർ മാസം വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ, അതുപോലെ തന്നെ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല നവംബർ മാസം. ഇനി നമുക്ക് വൃശ്ചിക മാസത്തിൽ ജനിച്ചവരുടെ പറഞ്ഞ് ഇനി ധനുമാസം ജനിച്ചവരുടെ ഫലം എന്താണെന്ന് നോക്കാം. അവർക്ക് ജാനുവരി മാസം വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ബിസിനസ് പരമായിട്ട് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുത, തടസ്സങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഫെബ്രുവരി മാസം പൊതുവെ അത്ര വലിയ ഗുണമുള്ള മാസമൊന്നുമല്ല. കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യം ശ്രദ്ധിക്കണം. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. മാതാവും സഹോദരങ്ങളുമായിട്ടെല്ലാം നല്ല സമയമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. മാതാവിനും സഹോദരാദികൾക്കും നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. അതേപോലെ തന്നെ ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. കുറച്ച് മനസ്സമാധാനക്കുറവെല്ലാം കാണുന്നുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും ചിലപ്പം കണ്ടേക്കാം. മെയ് ജൂൺ മാസങ്ങൾ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെ കണ്ടെത്തും. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനത്തിനെല്ലാം പറ്റിയ മാസമാണ്. പക്ഷേ പെട്ടെന്നുള്ള ചില തടസ്സങ്ങളും ശത്രുതയും ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീടുകയെല്ലാം ചെയ്യാനുള്ള സാധ്യതയുള്ളൊരു മാസം കൂടിയാണ്. മെയ് മാസം പൊതുവെ കേസ് വഴക്കിനൊന്നും പോകരുത്. അതേപോലെ തന്നെ അനാവശ്യ ചെലവുകളൊന്നും നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. ജൂലൈ മാസം പൊതുവെ
ദാമ്പത്യപരമായിട്ട് നല്ലതാണ് കാണുന്നു. വിവാഹം അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്തും. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെയും ചതിയിൽപ്പെടാതെയും നോക്കണം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ഓഗസ്റ്റ് മാസം മാതാവിനും പിതാവിനും മക്കൾക്കും എല്ലാം നല്ല സമയമാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിച്ചാൽ കണ്ടെത്തും. വീട് നിർമ്മാണത്തിന് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ പെട്ടെന്നുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ട്രാൻസ്ഫർ ചിലപ്പോൾ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ലത് തന്നെയാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ പെട്ടെന്നുള്ള ചില അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുത, ആരെങ്കിലും പറ്റിക്കാൻ ചതിയിൽപ്പെടാനെല്ലാം സാധ്യതയുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിലൊരു ശ്രദ്ധ വേണം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. നവംബർ മാസം ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തുമെങ്കിലും അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ഡിസംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. മാതാവിന് നല്ലൊരു സമയമാണ്. പക്ഷേ മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, ആരെങ്കിലും പറ്റിക്കാൻ ചതിയിൽപ്പെടാനെല്ലാം സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഇതാണ് ധനുമാസത്തിൽ ജനിച്ചാലുള്ള ഫലം. നക്ഷത്രം ആയില്യം.